ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയുടെ ഓഫീസിലേക്ക് വിജയ് ശങ്കർ വന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി JKയുമായി നിനക്കൊരു ബന്ധവും പാടില്ലെന്ന് വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് അർച്ചനയാണെങ്കിൽ ദേഷ്യം വന്ന് വിജയ് ശങ്കറിനോട് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വിജയ് ശങ്കറിനെ കാണാനായി വരുന്നത്. വിജയ് ശങ്കർ ഓഫീസിലില്ലെന്നും അർച്ചനയുടെ ഓഫീസിലാണെന്നും രവിശങ്കർ വക്കീൽ പറഞ്ഞറിഞ്ഞ് ചന്ദ്ര അങ്ങനെ അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്ര അവിടെ എത്തുന്നതും വിജയ് ശങ്കർ ഒന്നും മിണ്ടാതെ തൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ അർച്ചനയോട് അപ്പോൾ ഒന്നും പറയാതെ നേരെ വിജയ് ശങ്കറിന്റെ അടുത്തേക്ക് പോയി വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അർച്ചനയുടെ ഓഫീസിലേക്ക് പോയത്? വിജയേട്ടന്റെ ഓഫീസ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മാറ്റണം. വിജയേട്ടൻ അവളോട് സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. ഇനിയും വിജയേട്ടൻ എന്നോട് ഉരുണ്ട് കളിക്കണ്ട എന്നെല്ലാം വിജയ് ശങ്കറിനോട് ചന്ദ്ര അങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചുകൊണ്ട് കലിയടങ്ങാതെ വീണ്ടും അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആ സമയത്ത് ദീപ്തിയോട് അപ്പൊ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. മുന്നും പിന്നും നോക്കാതെ ചന്ദ്രയാണെങ്കിൽ അർച്ചനയെ അപവാദങ്ങൾ പറഞ്ഞു. അർച്ചനയുടെ വ്യക്തിത്വത്തെ മോശമാക്കുന്ന രീതിയിൽ ചന്ദ്ര അങ്ങനെ അർച്ചനയോട് സംസാരിക്കുകയാണ്. ഇത് കേട്ട് സഹിക്കാനാവാതെ അർച്ചന ചന്ദ്രയുടെ കരണത്തടിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ആ നിമിഷം തന്നെ കരണത്തടിച്ച അർച്ചനയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. തന്റെ ദേഷ്യം അടങ്ങുന്നത് വരെ ചന്ദ്ര അങ്ങനെ അർച്ചനയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. ഒടുവിൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദീപ്തി ചന്ദ്രയെ പിടിച്ചു മാറ്റിയാണ്. അതിനുശേഷം ചന്ദ്ര അവിടെ നിന്നും പോകുന്നുണ്ട്. ദീപ്തി അപ്പൊ അർച്ചനയോട് പറയുന്നുണ്ട്, അർച്ചനെ ഈ സംഭവം അങ്ങനെ നിസാരമായി വിട്ടുകൂടാ, ഇപ്പൊ തന്നെ അച്ചുവിനെ വിളിച്ചറിയിക്കണം എന്നങ്ങനെ പറയുമ്പോൾ അർച്ചനയാണെങ്കിൽ ദീപ്തിയോട് പറയുന്നുണ്ട്, വേണ്ട, ഇതിനി അച്ചുവിനോടൊന്നും പറയണ്ട, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക്, ഇത് ആരും അറിയണ്ട എന്ന് അർച്ചന അങ്ങനെ ദീപ്തിയോട് പറയുകയാണ്. എന്നാൽ അർച്ചന ഇത് എന്തായാലും പറയില്ലെന്നറിഞ്ഞ് ദീപ്തി അങ്ങനെ അർച്ചന ഇല്ലാത്ത നേരത്ത് പുറത്തുപോയി അച്ചുവിനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ചന്ദ്ര ഇവിടെ വന്നിരുന്നു, ആ സ്ത്രീ അർച്ചനയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, അത് എനിക്ക് കണ്ടപ്പോൾ സഹിക്കാനായി കഴിഞ്ഞില്ല. അർച്ചന നിന്നെ വിളിച്ച് ഇതൊന്നും പറയില്ലെന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ നേരിട്ട് വിളിച്ചത് എന്നങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ദീപ്തി അച്ചുവിനോട് പറയാണ്. ഇത് കേട്ട് അച്ചുവിനാണെങ്കിൽ ചന്ദ്രയോട് അടങ്ങാത്ത പകയാവുകയാണ്. ഞാൻ ഇത് കൈകാര്യം ചെയ്തോളാം എന്ന് അച്ചു അങ്ങനെ ദീപ്തിയോട് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചനയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ചന്ദ്ര നേരെ പോകുന്നത് ചന്ദ്രയുടെ ഫ്രണ്ടായ ലാലിയുടെ അടുത്തേക്കാണ്. പുറത്ത് വെച്ച് ചന്ദ്രയും ലാലിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ലാലിയോട് ചന്ദ്ര ഉണ്ടായ സംഭവങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ലാലി പറയുന്നുണ്ട്, ഇനി നീ ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രേ, നിന്റെ ഭർത്താവിനെയാണ്. നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിനക്ക് കുറച്ചുകൂടി ശ്രദ്ധ വേണം, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്നും നിന്റെ ഭർത്താവ് കൈവിട്ടു പോവും. വീണ്ടും അർച്ചനയുടെ അരികിലേക്ക് വിജയ് ശങ്കർ പോകുമെന്ന് ലാലി അങ്ങനെ ചന്ദ്രയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ചന്ദ്രയാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.